രാജ്യങ്ങൾക്ക് മേൽ തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്നതിനിടെ അടുത്ത പ്രശ്നവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ US-ലേക്ക് അനധികൃതമായി പ്രവേശിച്ച് പിടിക്കപ്പെടുന്നവരുടെ ജാമ്യം തടയുന്നതാണ് ട്രംപിൻ്റെ പുതിയ നീക്കം. അനധികൃത കുടിയേറ്റക്കാർക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നത് തടഞ്ഞ് തടങ്കലിൽ വെക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. ഇതുവഴി കുടിയേറ്റ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റ നിയമത്തിലെ ഒരു പഴുതടച്ച് രാജ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കീഴിൽ കുടിയേറ്റ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ വിശദീകരണം. പുതിയ നയം നടപ്പാക്കുന്നതോടുകൂടി US മെക്സിക്കോ അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച അനധികൃത കുടിയേറ്റക്കാരെ അടക്കം കേസ് കഴിയുന്നതുവരെ തടങ്കലിൽ വെക്കാൻ സർക്കാരിന് സാധിക്കും. നേരത്തെ അതിർത്തി കടന്നു വരുന്നവരെയും ചില കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെയുമായിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കലിൽ വെച്ചിരുന്നത്. ട്രംപിന്റെ പുതിയ നയം അനുസരിച്ച് US-ൽ അനധികൃതമായി പ്രവേശിപ്പിച്ചവരെ ജാമ്യത്തിൽ വിടുന്നതുവരെ തടയും. വർഷങ്ങളായി US-ൽ താമസിക്കുന്നവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാനും തടങ്കൽ കേന്ദ്രത്തിന് പുറത്തു വന്ന് തങ്ങളുടെ കേസ് വാദിക്കാനും അവസരമുണ്ടായിരുന്നു. പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ കുടിയേറ്റ നിയമത്തിലെ ഒരു പഴുതടയ്ക്കുന്നുവെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വക്താവ് US മാധ്യമമായ NBC ന്യൂസിനോട് അറിയിച്ചിട്ടുണ്ട്. US-ലേക്ക് നിയമവിരുദ്ധമായോ തെറ്റായ ഉദ്ദേശത്തോടു കൂടിയോ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിദേശികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കും. ഇത് രാജ്യത്തിൻ്റെ ദീർഘകാല കുടിയേറ്റ നിയമവുമായി യോജിച്ചതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഇപ്പോഴത്തെ നീക്കം കുടിയേറ്റക്കാരെ നാടു കടത്തുന്നതുവരെ തടങ്കലിൽ വെക്കാൻ നിർദ്ദേശിക്കുന്നതാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ മാർഗനിർദ്ദേശം നടപ്പിലാക്കുന്നതോടുകൂടി ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ നയം കുടിയേറ്റ കോടതികളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നേരത്തെ ട്രംപ് ഭരണകൂടം പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ടിലൂടെ കുടിയേറ്റ നിയമ നിർവഹണത്തിനും അതിർത്തി സുരക്ഷയ്ക്കുമായി വലിയ തുക അനുവദിച്ചിരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് മാത്രം $75 ബില്യൺ നൽകിയിട്ടുള്ളത്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് 10,000 ഡീപ്പോർട്ടേഷൻ ഓഫീസർമാരെ നിയമിക്കാനും 1,00,000 തടവുകാരെ പാർപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 58,000-ലധികം ആളുകൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. US പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതു മുതൽ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികളുമായി ട്രംപ് മുന്നോട്ടു പോവുകയാണ്. അതിർത്തി സുരക്ഷ ശക്തമാക്കുക, കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുക, അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ട്രംപ് ഭരണകൂടം പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പ്രധാനമായും അനധികൃത കുടിയേറ്റക്കാരോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഈ വർഷം പകുതിയോടുകൂടി 2,00,000-ലധികം ആളുകളെ നാട് കടത്തിയിട്ടുമുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെന്ന് ആരോപണമുള്ളവരെയും നാട് കടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം.